തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനിടയിൽ ബാസ്കറ്റ്ബോൾ കോർട്ടിലെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി സുധീർ കരമന. കളിക്കളത്തിൽ വാശിയേറിയ പോരാട്ടമാണ് സ്ഥാനാർത്ഥി കാഴ്ചവെച്ചത്. തിരുവനന്തപുരത്തെ മത്സരത്തിൽ ഒടുവിലത്തെ വിജയം തനിക്കൊപ്പമാകുമെന്ന് സുധീർ കരമന മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വോട്ടഭ്യർത്ഥിച്ച് കടന്നുപോകുന്ന അതേ വേഗതയിൽ തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി സുധീർ കരമന യൂണിവേഴ്സിറ്റി കോളേജിലെത്തി. എന്നാൽ ഇത്തവണ വോട്ടർമാരുടെ അടുത്തേക്കല്ല, മറിച്ച് കളിക്കളത്തിലേക്കാണ് സ്ഥാനാർത്ഥി എത്തിയത്. താളം കണ്ടെത്താനുള്ള ആദ്യ ശ്രമങ്ങൾ. സുധീർ കരമനയുടെ ഉള്ളിലെ പഴയ ബാസ്കറ്റ്ബോൾ താരം പതിയെ തെളിഞ്ഞു വന്നു. നന്നായി പൊരുതി, ഒടുവിൽ ലക്ഷ്യം കണ്ടു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴും ഇതേ കാഴ്ച ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം. ഇവിടെ ഡ്രിബിൾ ചെയ്യാൻ പറ്റുമോ? ബാക്കി മുന്നണികളൊക്കെ തിരുവനന്തപുരത്ത് ഉറപ്പായിട്ടും ഡ്രിബിൾ ചെയ്തിരിക്കും, അവിടെ ബാസ്കറ്റ് ഇട്ടിരിക്കും. ഈ നമ്പർ കിട്ടിയത് വലിയ സന്തോഷമായെന്ന് തോന്നില്ലേ? 10ാം നമ്പർ. 10 ഏറ്റവും വലിയ സന്തോഷം. അത് ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ബാക്കിൽ 10, മറഡോണയുടെ 10, മെസ്സിയുടെ 10, ടെണ്ടുൽക്കറിന്റെ 10. പ്രചാരണത്തിലെ വേഗത കളിക്കളത്തിലും പ്രകടമായി. അതല്ല, പൊതുവെ വേഗത്തിലാണ് നടക്കുന്നത്. പിന്നെ ഇപ്പോൾ ഓട്ടിക്കയല്ലേ, 2 മാസം കൊണ്ട് ഓടേണ്ട 2 ആഴ്ച കൊണ്ട് ഓടണം. ഭൂരിപക്ഷം കൂട്ടുകാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. തിരുവനന്തപുരത്തെ കോർട്ടിൽ കളി ആർക്കൊപ്പം നിൽക്കുമെന്ന ആകാംക്ഷ ബാക്കിയാണ്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും ഡ്രിബിൾ ചെയ്ത് മുന്നേറാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് സുധീർ കരമനയുള്ളത്. നെല്ലിമറിയോടൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.